ഏട്ടൻ ബോൾ എറിയുക, അനിയൻ ബാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അനിയൻ ബോൾ എറിയുക, ഏട്ടൻ ബാറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കളികൾ കാണാൻ ഭയങ്കര രസമാണ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ടീമിൽ തന്നെ ഏട്ടനും അനിയനും അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ കളിക്കുന്നത്. പക്ഷേ എതിർ ടീമിൽ ഇങ്ങനെ ഒരു സഹോദരങ്ങൾ വരുമ്പം ആ ഒരു മാച്ച് കാണാൻ ഭയങ്കര ത്രില്ലായിരിക്കും. അങ്ങനത്തെ ഒരു മാച്ചാണ് RCBയും മുംബൈ ഇന്ത്യൻസും തമ്മിൽ നമ്മൾ കണ്ടത്. ഹർദിക് പാണ്ഡ്യയുടെ പല കാര്യങ്ങളിലും പേഴ്സണലി എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. ചില എക്സ്പ്രഷൻസ്, ഒരു ഭയങ്കര ദേഷ്യം നിറഞ്ഞ മുഖം, പുച്ഛം നിറഞ്ഞ മുഖം, പല കളിക്കാരോടും കാണിക്കുന്ന സമീപനം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടാണ്. ഈ ഹർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യയും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സഹോദരങ്ങളാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ഫാമിലി ഫോട്ടോസ്, അവരൊരുമിച്ചുള്ള ചിത്രങ്ങൾ. ഗ്രൗണ്ടിലാണെങ്കിൽ പോലും, എതിർ ടീമിലാണെങ്കിൽ പോലും, ഈ കളിയിലാണെങ്കിൽ പോലും അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ്, ചിരിയും കളിയും ഒക്കെ കാണുമ്പം നമുക്കും മനസ്സിനൊരു ഒരു ഒരു സന്തോഷമാണ്. എന്തായാലും ഈ ഒരു മാച്ച് ശരിക്കും കാണികളുടെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുക ഈ ഒരു ഏട്ടനും അനിയനും തമ്മിലുള്ളൊരു മാച്ചായിട്ട് തന്നെയാണ്. ഹർദിക് പാണ്ഡ്യ നന്നായിട്ട് ബാറ്റ് ചെയ്തു. പക്ഷേ അതിനൊക്കെ കവച്ച് വെച്ച് 4 വിക്കറ്റ് എടുത്ത് കൃണാൽ പാണ്ഡ്യ, ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനെ നൈസായിട്ട് ഡിഫീറ്റ് ചെയ്തു. കോഹ്ലിയുടെ ഒരു അത്യുഗ്രൻ തിരിച്ചു വരവ്, 42 ബോളിൽ നിന്ന് 67 റൺസ്. എല്ലാ ആരാധകരും കാത്തിരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു വിരാട് കോഹ്ലിയുടെ സൈഡിൽ നിന്നുണ്ടായത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു കിടിലൻ പെർഫോമൻസുമായിട്ട് രജത്ത് പാട്ടിദാറും കൂടെ നിന്ന്. മാത്രമല്ല ജിതേഷ് ശർമ്മയുടെ മിന്നുന്ന പ്രകടനം, നോട്ട് ഔട്ട്, ഇത്രയൊക്കെ കാര്യങ്ങളും ആ കൃണാൽ പാണ്ഡ്യയുടെ ആ ഒരു 4 വിക്കറ്റ് കൂടിയപ്പം ശരിക്കും മുംബൈ പെട്ടുപോയി. തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ശ്രമിച്ചു എങ്കിൽ പോലും ആ ഒരു ശ്രമം പൂർണ്ണതയിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹർദിക് പാണ്ഡ്യയൊക്കെ ശരിക്കും ആ ഒരു റോൾ ഏറ്റെടുത്ത് ക്രീസിൽ വന്നതിന് ശേഷം ഒരു ഫിയർലെസ് ആയിട്ട് കൂളായിട്ട് കളിക്കണമെന്ന് കാണുമ്പോൾ ശരിക്കും അയാളുടെ ആ ഒരു കഴിവ് അതിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അയാളെ എപ്പോഴാണോ ടീമിന് വേണ്ടത് ആ സമയത്താണ് അയാൾ ഇറങ്ങുന്നത്. അയാൾ ഒരു രീതിയിലും ആരിലും ഭയപ്പെടാതെ അയാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. കളിയെ കളിയായിട്ട് എടുക്കുമ്പോഴും ആ ക്രിക്കറ്റിൻ്റെ ആ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ എത്തിക്സ് അത് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴും പലരും പേഴ്സണലായിട്ട് ചിന്തിക്കുന്ന, ഞാനങ്ങനെ പേഴ്സണലായിട്ട് ചിന്തിച്ചിട്ടുണ്ട് മനസ്സിൽ. കാരണം ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ കൃണാൽ പാണ്ഡ്യ ബോൾ ചെയ്യുമ്പോൾ ഹർദിക് പാണ്ഡ്യയുടെ ഇന്ത്യൻ ടീമിലെ സ്ഥാനവും IPLലെ സ്ഥാനവും നിലയുറപ്പിച്ചതാണ്. കുറേ വർഷങ്ങൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കൃണാൽ പാണ്ഡ്യ അങ്ങനെയല്ല. കൃണാൽ പാണ്ഡ്യ IPLൽ പല ടീമുകളായിട്ട് മാറി മാറി പോവാണ്. ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യവുമല്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ കരിയറിൽ ഓരോ IPLലും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹർദിക് പാണ്ഡ്യ ബാറ്റിങ്ങിൽ വരുന്നത്, കൃണാൽ പാണ്ഡ്യ ബോളിങ്ങിൽ വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഹർദിക് പാണ്ഡ്യ ഇൻറ്റൻഷനലി കൃണാൽ പാണ്ഡ്യയെ അടിക്കാതിരിക്കുമോ? കാരണം സ്വന്തം സഹോദരനല്ലേ, അവർക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി വേണമല്ലോ. ഇതിലടിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും കൃണാൽ പാണ്ഡ്യയുടെ കരിയറിനെ ബാധിക്കുമല്ലേ. അങ്ങനെ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവുമോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ ഹർദിക് പാണ്ഡ്യ ആ ചിന്തകൾക്കൊന്നും ഒരു രീതിയിലും ഇടവരുത്താതെ അടിച്ച് തൂഫാനാക്കി. ഭാഗ്യം കൃണാൽ പാണ്ഡ്യയുടെ കയ്യിലായിരുന്നു. ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തി 4 വിക്കറ്റ് എടുത്ത് മുംബൈ ഇന്ത്യൻസിൻ്റെ മൊനയൊടിച്ചു.